മുജാഹിദ് ബാലുശ്ശേരി ജൂതായിസം പറയുന്നു എന്നാണ് നാട്ടിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സമസ്തക്കാർ പറയുന്നത്. വാസ്തവത്തിൽ ആർക്കാണ് ജൂതബന്ധം? വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ജൂതായിസം അല്ലെങ്കിൽ സമാനമായ വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യാരോപണമായി മാത്രം കൊണ്ടു നടക്കേണ്ടുന്ന ഒന്നല്ല. അപ്പോൾ ആരെക്കുറിച്ചും എന്തും പറയാൻ പറ്റുമല്ലോ. അതിനപ്പുറത്ത് വസ്തുനിഷ്ഠമായി പഠിച്ചാലും മതി. എന്താണ് ജൂതായിസം? ജൂതന്മാർ കൊണ്ടുനടന്ന അവർക്ക് മാത്രം അള്ളാഹും റസൂലും പറഞ്ഞ എന്തൊക്കെ തകരാറുകൾ, എന്തെല്ലാം ആദർശപാപ്പരത്വങ്ങളുണ്ടോ അത് എവിടെയുണ്ട് എന്ന് ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിലും പ്രവാചകവചനങ്ങളിലും ജൂതന്മാരെ പറ്റി ധാരാളം പരാമർശങ്ങൾ കാണാൻ കഴിയും. അവർ ശപിക്കപ്പെട്ടവരാണ്, കോപിക്കപ്പെട്ടവരാണ് തുടങ്ങിയ പ്രയോഗങ്ങൾ. അതിന് കാരണവും പ്രമാണങ്ങൾ പരിചയപ്പെടുത്തി. നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ ജൂതന്മാരുടെ സ്വഭാവങ്ങളായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്നാണ്. ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ. പ്രവാചകന്മാരുടെ ഖബറുകൾ, സ്വാലിഹീങ്ങളുടെ ഖബറുകളൊക്കെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അവർ ശപിക്കപ്പെടാനുള്ള കാരണം കൂടി അതാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ആർക്കാണുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളായി സ്വീകരിച്ചു. ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും എല്ലാം റബ്ബുകളായി സ്വീകരിച്ചു. അവിടെ നബിതങ്ങൾ തന്നെ കൊടുത്ത വിശദീകരണം കാണാൻ കഴിയും. അള്ളാഹു ഹറാമാക്കിയ കാര്യം പണ്ഡിതന്മാർ ഹലാലാക്കിയാൽ അവർ അംഗീകരിക്കുന്നു. അള്ളാഹു ഹലാലാക്കിയ കാര്യം പണ്ഡിതന്മാർ ഹറാമാക്കിയാൽ അതും അവർ അംഗീകരിക്കുന്നു. അത് അവർക്കുള്ള ഇബാദത്താണ് എന്ന് തന്നെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. അതിവിടെ ആരാണ് ചെയ്യുന്നത്? ഉസ്താദ് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ത്വരീഖത്തിലെ ഷെയ്ഖ് പറഞ്ഞാൽ പിന്നെ അതപ്പുറത്തേക്ക് നോക്കാനില്ല. അതിൽ അവർക്ക് പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന മട്ടിലാണ് പലപ്പോഴും വിശേഷ ത്വരീഖത്തുകാരൊക്കെ ഈ ഒരു വശം സ്വീകരിച്ചു പോകുന്നത്. അതുപോലെ വേദഗ്രന്ഥങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് ഒഴിവാക്കുക. വിശുദ്ധ ഖുർആൻ ആക്ഷേപമായി പറഞ്ഞ ഒന്നാണ്. അത് ആർക്കാണുള്ളത്? ആളുകൾ ധനം അന്യായമായി സമ്പാദിച്ചു കൂട്ടി മതത്തിൻ്റെ പേരിൽ തന്നെ ചൂഷണം ചെയ്തു പോകുന്ന രീതികൾ, ഇങ്ങനെ തുടങ്ങി ധാരാളം അവരെപ്പറ്റിയുള്ള അവരുടെ തെറ്റായ ശീലങ്ങളെ, സ്വഭാവങ്ങളെ പ്രമാണങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതൊന്ന് വെറുതെ പഠനവിധേയമാക്കിയാൽ, ഒരു ജൂതന്മാരുടെ 100 സ്വഭാവം ഖുർആനും ഹദീസും വന്നത് വെറുതെ ഒരാൾ പഠനവിധേയമാക്കിയാൽ മതി. ആ 100 സ്വഭാവങ്ങൾ ഇവിടെ ആർക്കാണുള്ളത്? അത് കൃത്യമായി ഏതൊരാൾക്കും സംശയമില്ലാത്ത വിധം ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. അല്ലാതെ ഒരാൾ പറയുന്നു, നമ്മൾ അവരെക്കുറിച്ച് പറയുന്നു, അവരിങ്ങോട്ട് പറയുന്നു, അത് കേവലം ഒരു ആരോപണം പ്രത്യാരോപണമായി മാത്രം നിലനിൽക്കുന്നു. അതിന് കാര്യമില്ല. അപ്പോൾ ഈ ചോദ്യകർത്താവ് അടക്കം ചെയ്യേണ്ട പണി ജൂതന്മാരുടെ സ്വഭാവമായി ഖുർആനും ഹദീസും എടുത്ത് പറഞ്ഞ ഒരു 100 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ആ 100 കാര്യം നമ്മുടെ നാട്ടിൽ ആരാണ് കൊണ്ടെടുക്കുന്നത്? അത് വ്യക്തികളാവാം, സംഘങ്ങളാവാം, സംഘടനകളാവാം, ആരുമാവാം. അവർ നോക്കുക, ആ വിഷയത്തിലും അവരോട് എതിരാവുക. എന്നാൽ നമ്മളതിൽ ചെയ്യേണ്ടത് അല്ലാഹു അഅലം.